മക്കളെ ഇവിടെ നോക്കിയേ, നമുക്ക് ഇനി അടുത്തത് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അതായത് നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറയും. അതുപോലെ തന്നെ അയണിൻ്റെ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ പല സാധനങ്ങളും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അവർ ക്വസ്റ്റ്യനിൽ കുറച്ച് ഓക്സിഡേഷൻ നമ്പർ നമുക്ക് തരും. ഇവിടെ തന്നിരിക്കുന്നത് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ കാണാപ്പാടം പഠിക്കുക. -2 ആണ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ -2 ആണ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോണത്, ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യനായ HNO3യിൽ നിന്നും നൈട്രജൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഓക്സിജൻ്റെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് വേണം. അത് ക്വസ്റ്റ്യനിൽ തരും. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +1. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്തിടുക, +1 എന്നിടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അറിയാത്തത് എന്താണ്, നൈട്രജൻ്റെതാണ്. നൈട്രജൻ്റെ ഉള്ള അറിയാത്തത്, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്ലസ് ഇടുക, എക്സ് എന്നിടുക. അറിയാത്തതിന് എന്തിടുക, എക്സ് പ്ലസ്. ഇവിടെ ഓക്സിജൻ എത്ര ഉണ്ട്, ഓക്സിജൻ എത്ര ഉണ്ട്, 3 എണ്ണം. താഴത്തുള്ള 1 3, ഓക്സിജൻ ആറ്റം 3 എണ്ണം ഇൻറ്റു ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, -2 = 0. ഇത്ര ഓക്കെ ആണല്ലോ. ഇനി ചെയ്യുക 1 + x 3 × -2 എത്രയാണ്, -6. -6 = 0. ഇത്ര ഓക്കെ അല്ലേ. ഇനി 1ഉം -6ഉം എത്ര കിട്ടും, അതായത് +1 -6 എത്ര കിട്ടുന്നത്, -5 കിട്ടും. അപ്പം എന്തായി, x - 5 = 0. ഇനി എന്ത് ചെയ്യണം, എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കണത്. ഈ എക്സ് എന്ന് പറഞ്ഞ സാധനമാണ് എന്ത്, നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, x = എന്തെന്ന് കിട്ടും, +5 എന്ന് കിട്ടും. ഇതാണ് എന്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ, നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇതുപോലെ നിങ്ങൾക്ക് എന്തിൻ്റെയും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, NO2ൻ്റെയും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ.